ചക്കരക്കുട്ടി ചക്കരക്കുട്ടി പൊന്നുട്ടാ പൊന്നുമണിയേ മുത്തച്ഛന്റെ പൊന്നുമണിയേ ചക്കടുവേ. ഇതിപ്പോ അച്ഛൻ തന്നെ ഒരു 100,000 പേര് മോളെ വിളിക്കുന്നുണ്ട്. ഏതിന് വിളി കേൾക്കണമെന്ന് അവൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും. ഇനിയിപ്പോ ഒറിജിനൽ പേരിടുമ്പോ ആ പേര് വിളിച്ച മോള് വിളി കേക്കോ? അല്ലെങ്കിലും എല്ലാ കുട്ടികൾക്കും ഒറിജിനൽ പേരിനേക്കാൾ കൂടുതൽ വിളിപ്പേരായിരിക്കും. അമ്മു, അമ്മുകുട്ടി, കല്യാണി, കാത്തു, ഇതെല്ലാം പഴയ അമ്മമാരുടെ പേരല്ലേ? എന്ന് വെച്ചേ കാർത്തിയായനിന്നൊന്നും ഞങ്ങൾ ഇടാൻ പോകുന്നില്ല. ഓ, എന്റെ പേരത്ര മോശമുള്ള പേരൊന്നുമല്ല. തക്കിടുവാവേ തക്കിടുവാവേ മുത്തച്ഛന്റെ പൊന്നുമണിയേ ചക്കടുവേ ചക്കടു ചക്കരമോളെ ഇത് അച്ഛനാ. അയ്യോടാ, എല്ലാരും കൂടി സന്തോഷിച്ച് കുഞ്ഞിനെയും കളിപ്പിച്ചോണ്ടിരിക്കുവാണല്ലോ. സങ്കടപ്പെട്ടിരിക്കാൻ ഈ വീട്ടിൽ മരണമൊന്നും നടന്നിട്ടില്ലല്ലോ. ഇതിലും ഭേദം അങ്ങനെ എന്തെങ്കിലും നടക്കുന്നതായിരുന്നു. ദുർഗെ, നീ എന്തെങ്കിലും പറയാനായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ മാന്യമായ ഭാഷ പറഞ്ഞിട്ട് പോണം. അതെ, വന്ന കാര്യം മാന്യമായി പറഞ്ഞിട്ട് പോകാൻ തന്നെയാ വന്നത്. ദത്തെടുത്ത ഈ കുഞ്ഞിനെ ഈ വീട്ടിൽ വളർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇതേ എനിക്കും എന്റെ മോൾക്കും കൂടി അവകാശപ്പെട്ട വീടാ. ഇത് നിനക്ക് മാത്രമല്ലല്ലോ, ഇവനും കൂടി അവകാശപ്പെട്ട വീടല്ലേ. കുഞ്ഞിനെ ദത്തെടുത്തിരിക്കുന്ന ഇവനാണ്, വളർത്തുന്നതും ഇവനാണ്. അത് ഈ വീട്ടിൽ നടക്കില്ലെന്നാ ഞാൻ പറഞ്ഞത്. മോളെ, നീ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് പറ. ആ ചിരി കണ്ട നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുവോ? കഠിന ഹൃദയമുള്ളവർക്ക് അങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല അമ്മേ. ഈ വീടിന്റെ അവകാശം പറയുന്നുണ്ടല്ലോ. ഈ വീട് ഇങ്ങനെ ആക്കിയത് മൂർത്തിയാ, അതാരും മറക്കണ്ട. അതിൽ കൂടുതൽ അവൻ ഇതിന്റെ പേരിൽ ഇവിടെ കടവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛന്റെ സ്വത്ത് മുഴുവൻ ഇവൻ ബിസിനസ് ചെയ്ത് നശിപ്പിച്ചില്ലേ? ഇനി അവന് വീടും കൂടെ കൊടുക്കണമായിരിക്കും. പിന്നെ ഈ കൊച്ചിന്റെ കാര്യം, ഇതേത് ജാതിയാ, ആരുടെ കുട്ടിയാണ്, എങ്ങനെ ഉള്ളതാന്ന് നിങ്ങൾക്ക് വലുതും അറിയാവോ?